അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു Q&A വീഡിയോയുടെ കാര്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു Q&A വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ. സുഖമല്ലേ? ചെറുതായിട്ടൊക്കെ. അടുത്തത്, ഇനിയെന്നാ നാട്ടിൽ വരുന്നത്? നാട്ടിൽ ഇപ്പോൾ ഞാൻ മണിമലയിലാണ്. അപ്പോൾ നേരത്തെ ഞാൻ താമസിച്ച പത്തനംതിട്ടയിലായിരുന്നു. അപ്പോൾ തിരിച്ചെന്ന് വരുമെന്നാണ് ചോദിക്കുന്നത്. എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ പറയാൻ പറ്റില്ല, എപ്പോൾ വേണേലും വരാം. എന്തായാലും 1 മാസത്തിനുള്ളിൽ വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ചേട്ടൻ്റെ അച്ഛൻ്റെ പേരെന്താ? ചേട്ടൻ്റെ അച്ഛൻ്റെ പേര് ശ്രീകുമാർ. അടുത്തത്, ഏതവൻ ഈ കേരളത്തിൽ Q&A ഇട്ടാലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ലൈൻ ഉണ്ടോ ബ്രോ? സത്യമായിട്ടും ഇല്ല. അപ്പോൾ അടുത്തത്, ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. പിന്നെ എന്ത് പിണ്ണാങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്? ക്വസ്റ്റ്യൻ, ഹൂ ആർ യു? അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ആൻസർ പറഞ്ഞ അടുത്തതാണ്, ചേട്ടന് ക്രഷ് ഉണ്ടോ? വേണത്തിന് ക്ഷീണം തീർന്നില്ല മോനെ. അടുത്ത ക്വസ്റ്റ്യൻ, ചേട്ടൻ്റെ വീട് എവിടെ? എൻ്റെ വീട് മണിമല. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ വാസ് യുവർ 10th ലൈഫ്? എൻ്റെ 10th ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു. ബിക്കോസ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇനി ഇപ്പോൾ നിലവിൽ 10th കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കണം. കാരണം ഈ ഒരു ഇയർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല, അതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇയറാണ്. കാരണം നിങ്ങൾക്ക് ഒരു തവണ കൂടെ ഇപ്പോൾ നമുക്ക് സമയം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് തിരിച്ചു വരാനായിട്ട് തോന്നും. അതുപോലെ ഒരു ഇയറാണ്. കാരണം ഇവിടെ കുറേ എൻജോയ് ചെയ്യാനുണ്ട്. ഇപ്പോൾ അക്കാഡമിക് ആയിട്ടുള്ള പ്രഷർ എന്തായാലും വരും, പക്ഷേ ഇത് വളരെയധികം എൻജോയ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഇനി ഇത് തിരിച്ച് കിട്ടൂല. പലരും പറയും ഈ 10th ആണ്, ഫുൾ പഠിത്തം മാത്രം, ഒരു പുണ്ണാക്കൂല. ഈ ഒരു ഇയർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ സ്റ്റഡീസിൻ്റെ പ്രഷർ, സ്റ്റഡീസ് വേണമെന്ന് വെച്ചാൽ അത് വേണം, പക്ഷേ അതിൻ്റെ പ്രഷറിൻ്റെ പേര് നിങ്ങൾ ഈ ഇയർ മിസ് ചെയ്യരുത്. ഈ ഇയർ പരമാവധി മാക്സിമം എൻജോയ് ചെയ്യുക. അതുപോലെ ടൂർ പോയി ഊട്ടി. അടുത്ത കമ്മിറ്റഡ് അല്ല, സത്യമായിട്ട്. അടുത്ത, പ്രൊപ്പോസൽസ് വന്നിട്ടുണ്ടോ? എവിടെ? അടുത്ത ക്വസ്റ്റ്യൻ, 10th എത്ര A+ ഉണ്ടായിരുന്നു? 10th എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അടുത്തത്, ഒരു കൊച്ചിനെയൊക്കെ സെറ്റാക്കണ്ടായ ഉത്തരം പറഞ്ഞു മടുത്തു, വല്ലതും നടക്കുമോ എന്ന് ആർക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, ക്രഷ് നെയിം. ഇതൊക്കെ എങ്ങനെയാ മോനൂസേ ഞാൻ പറയാം. അടുത്തത്, ഫേവറേറ്റ് മൂവി. അങ്ങനെ ചോദിച്ചാൽ കുറേ ഉണ്ട്, പറഞ്ഞാൽ തീരത്തില്ല. അതൊരു നീണ്ട ലിസ്റ്റ് അങ്ങ് കിടക്കുക. അടുത്തത്, അടിച്ചത് പൊളിക്കാനാ? എന്ത് പൊളിക്കാൻ? അടുത്തത്, ബ്ലാക്ക് ഹോളിനെ പറ്റി പറയാടാ. ബ്ലാക്ക് ഹോളിനെ പറ്റി ഞാനെന്ത് പറയാൻ? അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ യു എക്സ്പ്ലെയിൻ യുവർ യൂട്യൂബ് ജേണി? ഓഫ് കോഴ്സ്. ബിക്കോസ് എൻ്റെ യൂട്യൂബ് ജേണി എന്ന് പറയുകയാണെങ്കിൽ തുടക്കം വളരെ ശോകമായിരുന്നു. ഞാൻ 7th പഠിക്കുമ്പോഴായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് അത്യാവശ്യം സപ്പോർട്ട് കുറവൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഏജിൻ്റെ കുറവാണ്, പ്രായക്കുറവ് കാരണം എനിക്ക് കുറേ ഇങ്ങനെ പലരും പുറകോട്ട് വലിക്കാൻ കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു മോട്ടിവേഷനിലാണ് നമ്മൾ ചാനൽ കുറേ ആൾ കൊണ്ടുപോയത്. ഞാൻ ആദ്യം ചാനൽ തുടങ്ങുന്ന സമയത്ത് ഉദ്ദേശിച്ചത് കുറച്ചുകൂടെ ഈ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള GK ടൈപ്പ് ആ കണ്ടൻറ്റായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പിന്നീട് ഞാൻ അതിൽ നിന്ന് പിന്നെ ഡീവിയേറ്റ് ചെയ്ത് ടെക്കിലോട്ട് മാറി. അതിനുശേഷം ഞാൻ അതിലും ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വ്ളോഗിലോട്ട് വന്നു. വ്ളോഗ് തുടങ്ങിക്കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുക ഞാൻ ഈ റോസ്റ്റിങ്ങിനെ പറ്റി അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ റോസ്റ്റിങ്ങിലേക്ക് പിന്നീട് വരുന്നത്. അതിൽ പിന്നെ ചാനൽ ഇത്രയും ഗ്രോ ആവാൻ തുടങ്ങി. ഇതിപ്പോൾ പറയാനായിട്ട് എൻ്റെ യൂട്യൂബ് ജേണിയെക്കുറിച്ച് പറയാൻ തന്നെ കുറേ ഉണ്ട്, പക്ഷെ നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ മതിയാവില്ല. അതിനുവേണ്ടി നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ വേണ്ടി വരും, അത് മുഴുവൻ പറയണമെങ്കിൽ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തത്, റിസൾട്ട് വന്നില്ല, വീട്ടുകാരുടെ കയ്യിൽ നിന്നുള്ള ഗിഫ്റ്റ്. അങ്ങനെ പറയത്തക്ക ഗിഫ്റ്റൊന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല. അടുത്തത്, നീ നല്ലോണം വീഡിയോസൊക്കെ ചെയ്യും, മാക്സിമം സപ്പോർട്ട് ഉണ്ടാവും, ഓൾ ദ ബെസ്റ്റ് ചെയ്യും. ഓഫ് കോഴ്സ്, നിങ്ങളുടെ ഈ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ഒരു ബലം. അപ്പോൾ നമ്മുടെ എന്താ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പാർട്ട് 2 വീഡിയോ വരുന്നതാണ്. ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബാക്കി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.